ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് പ്ലേലിസ്റ്റിനെ കുറിച്ചാണ്. പ്ലേലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യൂട്യൂബിലെ റീച്ച് കൂട്ടാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് നമ്മുടെ വീഡിയോ സെർച്ചിൽ നമുക്ക് മുന്നിലെത്തിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും മാത്രമല്ല നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ പ്ലേലിസ്റ്റുകൾ സെർച്ചിൽ കിട്ടുന്നത്, എങ്ങനെ പ്ലേലിസ്റ്റിലൂടെ റീച്ച് അതായത് വ്യൂവേഴ്സ് നമുക്ക് ലഭിക്കുന്നതെന്നുള്ളതോടെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും സബ്ജക്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോകളും അതേപോലെ തന്നെ നമുക്ക് ചില പ്ലേലിസ്റ്റുകളും കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോകൾ ആ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മുടെ കാറ്റഗറിയിൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലേലിസ്റ്റും ആ വീഡിയോയിൽ അതായത് വീഡിയോ വരുന്നത് പോലെ തന്നെ പ്ലേലിസ്റ്റും സെർച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ പ്ലേലിസ്റ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ വീഡിയോകൾ കാണാനും വാച്ച് ചെയ്യാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല നമ്മളെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ ഹോം പേജിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ പ്ലേലിസ്റ്റുകൾ കാണാൻ സാധിക്കും. മാത്രമല്ല അത്തരത്തിലുള്ള കാറ്റഗറിയിലുള്ള വീഡിയോകൾ ഇപ്പോൾ നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ടാണ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാറ്റഗറി നമ്മൾ ഏത് തരത്തിലുള്ള കാറ്റഗറിയിൽ വീഡിയോ കണ്ടിട്ടുള്ളത് ആ വീഡിയോകൾ പെട്ടെന്ന് അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ അത് വാച്ച് ചെയ്യാനും സാധിക്കും. പിന്നെ നമ്മൾ പ്ലേലിസ്റ്റിലെ വീഡിയോകൾ അതായത് വാച്ച് ടൈം കൂടിയ വീഡിയോകളാണെങ്കിൽ സെർച്ചിൽ നമ്മുടെ പ്ലേലിസ്റ്റ് അതായത് മുൻപന്തിയിൽ വരാനുള്ള സാധ്യതയുണ്ട്, അതായത് സെർച്ചിൽ മുന്നിലെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ സെർച്ചിൽ മുന്നിൽ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്ലേലിസ്റ്റുകൾ കിട്ടും. അങ്ങനെ ആ പ്ലേലിസ്റ്റും കിട്ടുന്ന സമയത്ത് അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ വീഡിയോകളും വളരെ ഈസി ആയിട്ട് വേഗത്തിൽ കാണാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 വീഡിയോ എങ്കിലും യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്ലേലിസ്റ്റ് എങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. കാരണം നിങ്ങളെ അതായത് വീഡിയോ റീച്ച് കൂടാൻ ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വീഡിയോയിലെ തുടർന്നുള്ള ഭാഗം കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചാനലൊന്ന് ലോഗിൻ ചെയ്യുക. അതായത് മൊബൈലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ അതായത് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൻ്റെ റൈറ്റ് ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. ആ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റ് വ്യത്യസ്തമായ രീതിയിലൂടെ നമുക്ക് പ്ലേലിസ്റ്റിലേക്ക് കടക്കാം. എന്നാൽ ഞാൻ കാണിച്ചിരുന്നത് ഡയറക്റ്റാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് കൂടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ പ്ലേലിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡാഷ്ബോർഡ് അതേപോലെ തന്നെ വീഡിയോസ് പിന്നെ പ്ലേലിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ പ്ലേലിസ്റ്റ് എന്നുള്ള ഭാഗം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂ പ്ലേലിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുക. ന്യൂ പ്ലേലിസ്റ്റ് എന്നുള്ള ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 4000 വാച്ച് അവർ ടിപ്സ് എന്നുള്ളൊരു അതായത് പ്ലേലിസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വീഡിയോകൾ ഇതിലേക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ 3 ഒരു ഡോട്ട് കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് വീഡിയോസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സെർച്ച് വീഡിയോ ഉണ്ട്. നമ്മളെ വീഡിയോ ആണെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ URL ഉണ്ട്. ഈ URL ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ചാനലിലെ വീഡിയോകളൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അവരുടെ മറ്റു വീഡിയോകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, URL കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലേലിസ്റ്റിലേക്ക് മറ്റ് ചാനലിലെ വീഡിയോകളും ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് വ്യൂവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടും അതും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം യൂട്യൂബ് വീഡിയോസ് എന്നുള്ള ഭാഗമുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ആവശ്യമുള്ള വീഡിയോകൾ ഞാനിപ്പോൾ ഇവിടെ ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് വീഡിയോകൾ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഒരു 3-4 വീഡിയോ ഞാനിതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് വീഡിയോസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കാണാൻ സാധിക്കും 4000 വാച്ച് അവർ
വാച്ച് ഓവേഴ്സ് ടിപ്സ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഏകദേശം 4 വീഡിയോകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് വേണമെങ്കിൽ വേറെയും, അതായത് നമുക്ക് വേറെ നെയിമിലും പ്ലേലിസ്റ്റുകൾ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളെ വീഡിയോകൾ കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നോക്കുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ നമ്മളെ വീഡിയോകൾ കണ്ടെത്താനും അനലൈസ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ സെർച്ചിൽ നമ്മളെ വീഡിയോകൾ ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലേലിസ്റ്റുകൾ കിട്ടി കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ഒന്നിൽ കൂടുതൽ വീഡിയോകൾ ഒരേ സമയം തന്നെ അവർ വാച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ തന്നെ, അതായത് ചാനലിൻ്റെ ഹോം പേജിലേക്ക് പോവാം. ഇവിടെ നമുക്ക് അതായത് ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചാനലുണ്ട്, അതുപോലെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള 2 ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ പ്ലേലിസ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത ചാനലാണെങ്കിൽ ജസ്റ്റ് അപ്ലോഡ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ കുറേ വീഡിയോകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അപ്ലോഡ്സ്, പോപ്പുലർ അപ്ലോഡ്സ്, അതുപോലെ പ്ലേലിസ്റ്റ് എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ഹോം പേജിൽ വന്നതിന് ശേഷം, അതായത് കസ്റ്റമൈസ് ചാനൽ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഡ് എ സെക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ലേഔട്ട് ഉണ്ട്, ഇവിടെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഉണ്ട്. നമ്മൾ ഹൊറിസോണ്ടൽ ഓൾറെഡി ഇവിടെ സെലക്ട് ആയിട്ടുള്ളത്, ഡിഫാൾട്ട് ആയിട്ടുള്ളത് ഹൊറിസോണ്ടൽ എന്നുള്ള ഭാഗം തന്നെ ആയിരിക്കും. നിങ്ങളത് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് കണ്ടന്റ് എന്നുള്ള ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അപ്ലോഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി അപ്ലോഡ്സ് ആയിരിക്കും, നമ്മൾ അതായത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാം. ഇവിടെ നമുക്ക് പോപ്പുലർ അപ്ലോഡ്സ്, അതുപോലെ അപ്ലോഡ്സ് എന്നുള്ള ഭാഗമാണ്. ജസ്റ്റ് ഞാനിവിടെ പോപ്പുലർ അപ്ലോഡ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോകൾ നമുക്ക് ഇങ്ങനെ മെയിനായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്ക് ഡൺ കൊടുക്കാം. അതിനുശേഷം നമുക്ക് പിന്നെയും ആഡ് സെക്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ എന്താണ് ഇവിടെ സെലക്ട് കണ്ടന്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ക്രിയേറ്റഡ് പ്ലേലിസ്റ്റ്, സിംഗിൾ പ്ലേലിസ്റ്റ്, സേവ്ഡ് പ്ലേലിസ്റ്റ്, പ്ലേലിസ്റ്റ് എന്നുള്ള 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളെ മൾട്ടിപ്ലൈ ആയിട്ടുള്ള പ്ലേലിസ്റ്റുകൾ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്ലേലിസ്റ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ പ്ലേലിസ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മൈ പ്ലേലിസ്റ്റ് എന്നുള്ള ബട്ടൺ താഴെ കാണാൻ സാധിക്കും. എൻ്റെ പ്ലേലിസ്റ്റ് URL ഉണ്ട്, ചിലപ്പോൾ അവിടെ നമുക്ക് അത് URL കൊടുത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫൈൻഡ് പ്ലേലിസ്റ്റ് എന്നുള്ള ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്ലേലിസ്റ്റുകൾ ഇപ്പോൾ ഞാൻ 4000 വാച്ച് അവേഴ്സ് ടിപ്സ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വന്നത്. അതിനുശേഷം നമുക്കിവിടെ ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇപ്പോൾ ചാനലിൽ കയറുന്ന സമയത്ത് അപ്ലോഡ്സ്, പോപ്പുലർ അപ്ലോഡ്സ്, പ്ലേലിസ്റ്റ് എന്നുള്ള 3 ഓപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് താഴോട്ട് മുകളിലേക്കൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണാം പോപ്പുലർ അപ്ലോഡ്സ് മുകളിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ അപ്ലോഡ്സ് താഴെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലോഡ്സിൻ്റെ മുകളിലേക്ക് ഇടാണ്. പുതിയ ചാനലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് വ്യൂവേഴ്സ് ഒക്കെ ഉള്ള, അതായത് വീഡിയോസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പോപ്പുലർ അപ്ലോഡ്സ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുന്ന ആൾക്കാർക്ക് വ്യൂവേഴ്സിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് പിന്നീട് നമ്മുടെ അതായത് ഹോം പേജിൻ്റെ നമ്മുടെ ചാനലിൻ്റെ നമുക്ക് സെക്ഷൻസ് നമുക്ക് വേണ്ട രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ കയറി നോക്കുന്ന ആളുകൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റുകൾ ഒന്നിൽ കൂടുതൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ കാണാനും നമ്മുടെ വീഡിയോസ് അനലൈസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.